വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇലയുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇത്രത്തോളം ദൈവം നമ്മോട് കൂടെ ഇരുന്നു, ദൈവം നമ്മെ നടത്തി, ദൈവം നമ്മെ പാലിച്ച കർത്താവിന്റെ കൃപകൾക്കും കർത്താവിന്റെ വിശ്വസ്തതയ്ക്കുമായ ദൈവത്തിന് വലിയ നാമത്തിൽ സ്തോത്രം ചെയ്തു. നാം യുവക്കളുടെ വിഷയത്തിൽ ആദാം ഹവ്വായ്ക്ക് പ്രാരംഭം ജനിച്ച 2 തലമുറകളെ കുറിച്ച് ആരംഭം. ഒന്ന് കയീൻ, 2 ഹാബേൽ. ഹാബേൽ തലമുറ കാണാതെ ലോകം വിട്ട് മാറ്റപ്പെട്ടു. കയീൻ ഹാബേലിനെ കൊന്നുകളഞ്ഞു. അതിനു പകരം ദൈവം വേറൊരു അനുഗ്രഹീത തലമുറയെ നൽകി. അനുഗ്രഹീത തലമുറയാണ് ശേത്ത്. നോക്കിയാട്ടെ, കഥ കഴിഞ്ഞ ആഴ്ചക്കാലം നാം ചിന്തിച്ച കയീന്റെ 6 വംശാവലിയുള്ളൂ. പിന്നെ അയാളുടെ വംശാവലി ഒന്നുമില്ല. അതുകൊണ്ട് തീർന്നു. ആ റൂട്ട് കയീന്റെ സംസ്കാരം ഉൾപ്പെടെ റൂട്ടോട് ആരും തീരുക. എന്നാൽ ഇവിടെ ശേത്തിന്റെ വംശാവലി, ശേത്തിന്റെ വംശാവലി വളരെ വ്യക്തമായിട്ട് ഇവിടെ ആരംഭിക്കുകയാണ്. ശേത്ത് മുതൽ എവിടെ വരെ ഈ വംശാവലി നീളുന്നു? ശേത്ത് മുതൽ എവിടെ വരെ ഈ വംശാവലി നീളുന്നു? ശേത്ത് മുതൽ 75 വംശാവലി നീളുന്ന കർത്തനായി. ശേത്ത് മുതൽ 75 വംശാവലി. 75ാം വംശാവലിയിലാണ് യേശു കർത്താവ് ജനിക്കുന്നത്. അപ്പൊ നോക്കിയാൽ ശേത്ത് വാസ്തവത്തിൽ എന്തിനായിരിക്കുകയാണ്? ക്രിസ്തുവിന് വഴിയൊരുക്കുന്ന ദൈവപദ്ധതിയുടെ പ്രോഗ്രാം ഷീറ്റ് ശേത്ത് മുഖേന അവതരിപ്പിക്കുന്നു. ഇത്രയും 75 വംശാവലി ഒന്നിച്ച് കാണുന്ന ഏക ഭാഗം ലൂക്കോസ് സുവിശേഷം മാത്രമേ. ലൂക്കോസ് സുവിശേഷം വായിക്കണ്ട, 3-ാം അധ്യായത്തിന്റെ 38 മുതൽ 23 പുറകോട്ട് വായിക്കണം. ആദാം എന്ന് പറഞ്ഞ ശേഷം ആദാം ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞ് പുറകോട്ട് വായിച്ചു വരുമ്പോൾ ഇത്രയും വംശാവലി യേശു കർത്താവിന്റെ ജനനത്തോടുകൂടി വംശാവലി അവസാനിക്കും. ഇവിടെ തുടങ്ങുന്ന വംശാവലി പട്ടികയിൽ ഏറ്റവും പ്രധാന ഭാഗം കർത്താവായ യേശു ക്രിസ്തു വഴിയൊരുക്കുന്ന വിശ്വാസത്തിന്റെ വഴിയെക്കുറിച്ച് കാണുന്ന ഭാഗം. നമുക്ക് ഇനി നോക്കാം. ശേത്തിനെ കുറിച്ച് വായിക്കുമ്പോൾ അതിന്റെ 5-ാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം വാക്യം. ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിന്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് ശേത്ത് എന്ന് പേര്. ആദാമിനെ പോലെ തന്നെയുള്ള ഒരു മനുഷ്യൻ, സാദൃശ്യത്തിലും സ്വരൂപത്തിലുള്ള മനുഷ്യൻ, അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്ത് എന്ന വാക്കിന്റെ അർത്ഥം നിയമിക്കപ്പെട്ടവൻ. ആർക്കും? യേശു കർത്താവിന് വേണ്ടി മുന്നോടിയാൽ നിയമിക്കപ്പെട്ടവൻ, അപ്പോയിന്റഡ് വൺ. ശേത്ത് നിയമിക്കപ്പെട്ടവൻ. അത് പറഞ്ഞ ശേഷം ശേത്തിന്റെ വംശാവലിൽ പറയാം. എല്ലാം ഓരോന്നിനെ പറയുന്നുള്ളൂ, ബാക്കി പിന്നെ തലയുക തലമുറകളുണ്ട്. ഇനി അടുത്തത് ശേത്തിന്റെ വംശാവലി പറയുമ്പോൾ 5-ന്റെ 6-7. ശേത്തിന് 105 വയസ്സായപ്പോൾ അവൻ ഏനോസിനെ ജനിപ്പിച്ചു. ഏനോസിനെ ജനിപ്പിച്ച ശേഷം ശേത്ത് 807 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ആരുടെ പേര് പറഞ്ഞിട്ടില്ല. രണ്ടാമത് ശേത്തിന് ജനിച്ച മകനാണ് ഏനോസ് എന്ന വാക്കിന്റെ അർത്ഥം മരണമുള്ളവൻ. അപ്പൊ മനുഷ്യന് മരണം എന്ന യാഥാർത്ഥ്യം വെളിപ്പെടുത്താൻ വേണ്ടി ഏനോസ് എന്ന വാക്കിന്റെ അർത്ഥം നാം വായിക്കുന്ന മരണമുള്ളവനെന്നാണ്. ആ കാലത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് 4-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തെ വായിക്കുന്നു. ശേത്തിനും ഒരു മകൻ ജനിച്ചു, അവന് ഏനോസ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അപ്പൊ നോക്കിയാട്ടെ, ആ കാലത്ത് അപ്പൊ മരണഭയം മനുഷ്യന് വന്നപ്പോൾ ആരാധന ഓട്ടോമാറ്റിക് കൊടുക്കും. മരണഭയം, മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന, മരണഭയത്തിൽ വിടുവിക്കുന്ന കർത്താവിനെ ആരാധിക്കുന്ന ആരാധന
ഈ ഏനോശിന് മരണഭയം മനുഷ്യന് വരുമ്പോ തന്റെ ദൈവത്തെ ആരാഞ്ഞ് ബലപ്പെടും, പ്രാർത്ഥിച്ച് ബലപ്പെടും. അതാണ് ആ വാക്കിന്റെ അർത്ഥം ഏനോസ്. ഇനിയും പിന്നെ എന്ത് ചെയ്തു? എല്ലാ വംശാവലും പറഞ്ഞ അവസാനം എന്ത് ചെയ്യുന്നു? ആദാമിന് 930 സംവത്സരം ജീവിച്ച് മരിച്ചു. ഇവിടെ അടുത്തത് ശേത്തിനെ കുറിച്ച് പറയുന്നത്, ശേത്തിന് 912 സംവത്സരം ജീവിച്ചു. ഏകദേശം 10 നൂറ്റാണ്ട്, 1000 വർഷത്തിനടുത്ത 1000 വർഷത്തിനടുത്ത്. അടുത്ത ഏനോസ്, അതിന്റെ 9-ാം വാക്യം. ഏനോസിന് 90 വയസ്സായപ്പോൾ അവൻ കേനാനെ ജനിപ്പിച്ചു. ഏനോസിന് 90 വയസ്സായപ്പോൾ അവൻ കേനാനെ ജനിപ്പിച്ചു. കേനാൻ എന്ന വാക്കിന്റെ അർത്ഥം ഓടക്കുഴൽ വായിക്കുന്നത്. പറയുന്ന അർത്ഥമൊക്കെ ശരിയായ അർത്ഥം, വെറുതെ അർത്ഥം പറയാനല്ല. ഓടക്കുഴൽ നോക്കിയാണ്. അപ്പൊ ആരാധനയിൽ ഗാനങ്ങൾ വെളിപ്പെടുക, ഗാനങ്ങൾ, ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുള്ള ഗാനം, അതിനാണ് ആ പേര് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഓടക്കുഴൽ വായിക്കുന്നത്, ഓടക്കുഴൽ വായിക്കുന്നത്. അപ്പൊ 7 വർഷം 90 വയസ്സായപ്പോൾ ആരെ ജനിപ്പിച്ചു? കേനാനെ ജനിപ്പിച്ചു. പിന്നെ പുത്രന്മാരെ ജനിപ്പിച്ച് 905 സംവത്സരമായപ്പോൾ അദ്ദേഹം മരിച്ചു. എല്ലാം ഓരോ തലമുറ റൂട്ട്, കർത്താവ് യേശുക്രിസ്തുവിന്റെ വഴി നടത്തുന്ന റൂട്ട് തിരിച്ചു വിടുന്ന വാക്യങ്ങൾ. അടുത്തത് കേനാന്, ഇനി 12-ാം വാക്യം. കേനാന് 70 വയസ്സായപ്പോൾ അവൻ മഹലേലിനെ ജനിപ്പിച്ചു. മഹലേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തെ സ്തുതിക്കുക. അപ്പൊ നോക്കി, ആരാധന വെളിപ്പെട്ടു. ഫ്ലൂട്ട് ആദ്യ ഉപകരണം ഉപയോഗിച്ച് ഗാനങ്ങൾ തുടങ്ങി. ആ ഗാനത്തിന്റെ പദ്ധതിയിൽ എന്ത് ചെയ്യുന്നു? സ്തോത്രം, കർത്താവ്, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ സ്തുതിക്കുക. അതാണ് മഹലേൽ എന്ന വാക്കിന്റെ അർത്ഥം. തുടർന്ന് എന്ത് ചെയ്തു? തുടർന്ന് 895 സംവത്സരം ജീവിച്ച് അദ്ദേഹം മരിച്ചു. ഇനി അടുത്തത് വാക്യം 18. അതിന്റെ മഹലേലിന് 65 വയസ്സായപ്പോൾ അവൻ യാരെദിനെ ജനിപ്പിച്ചു. മഹലേലിന് 65 വയസ്സ്. 15-ാം വാക്യം. മഹലേലിന് 65 വയസ്സായപ്പോൾ അവൻ യാരെദിനെ ജനിപ്പിച്ചു. യാരദ് എന്ന വാക്കിന്റെ അർത്ഥം വീട് നമസ്കരിച്ച് ആരാധിക്കുക. അപ്പൊ ഈ വീട് നമസ്കരിച്ച് ആരാധിക്കുന്ന പദ്ധതി ഏതൊക്കെ റൂട്ടും കൂടെ ഒരാൾ വീട് നമസ്കരിച്ചാൽ ഇത്രത്തോളം പദ്ധതി ആ മനുഷ്യൻ കൂടെ വരിക. ഇതെല്ലാം ഒരു മനുഷ്യന് അന്വർത്ഥമാകുന്ന കാര്യങ്ങളാണ് ഒന്നിച്ചു വരിക. വീട് നമസ്കരിക്കുക. വീട് ദൈവത്തെ നമസ്കരിക്കുക. അതാണ് വീട് ദൈവത്തെ നമസ്കരിക്കുക. അപ്പൊ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? വീട് ദൈവത്തെ നമസ്കരിക്കും. വീട് ദൈവത്തെ നമസ്കരിക്കണം. സ്തോത്രം. അതിനുശേഷം അതിന്റെ 18-ാം വാക്യം വായിക്കുന്നത്. യാരദിന് 162 വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു. യാരദിന് 165 വയസ്സായപ്പോൾ 62 വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു. ഹാനോക്ക് എന്ന വാക്കിന്റെ അർത്ഥം സമർപ്പണം. അപ്പൊ ഒരു വ്യക്തി സമർപ്പണ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ഏതെല്ലാം പണികൾ കടക്കണമെന്നുള്ള പരിശുദ്ധാത്മാ പറഞ്ഞിരിക്കും. ശരിയായൊരു സമർപ്പണം. ആദാം മുതൽ 7-ാമനായ ഹാനോക്കാണ് അതായത് ഈ ഹാനോക്കിനെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പഠിച്ചോട് വിശദീകരിക്കുന്നില്ല. ഹാനോക്ക് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവർ. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടാലേ ദൈവത്തിന്റെ അരുളപ്പാട് വെളിപ്പെടുത്തും, പ്രവചനങ്ങൾ വെളിപ്പെടുത്തുള്ളൂ. ഹാനോക്കിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഹാനോക്കിന്റെ ജീവിതത്തിൽ പ്രത്യേകത 21-ാം വാക്യം. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതുശലഹിനെ ജനിപ്പിച്ചു. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതുശലഹിനെ ജനിപ്പിച്ചു. മെതുശലഹ് എന്ന വാക്കിന്റെ അർത്ഥം അതൊരു വലിയ വെളിപ്പാടായ താല്പര്യം ദൈവസന്നിധാനത്തെ അനുഗ്രഹിക്കപ്പെടുന്നു.
മെതുശലഹ് അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. when he is dead it shall come. ജലപ്രളയം. ഹാനോക്കിന് ആദ്യം ലോകത്തിന് ജലപ്രളയം ഉണ്ടാകുമെന്ന് ആദ്യം പ്രവചിച്ച പ്രവാചകൻ ഹാനോക്ക്. കുഞ്ഞ് ജനിക്കുമ്പോഴേ പറഞ്ഞു, മോനെ ഇവൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ജലപ്രളയം സംഭവിക്കും. ജലപ്രളയം സംഭവിക്കും. അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സ്തോത്രം. ഇനി ഹാനോക്കിന്റെ കാലത്തെ പ്രത്യേകത വായിക്കണം. 21, 22, 23. യെസ്. മെതുശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും ഹാനോക്ക് 65-ാം വയസ്സ് മാനസാന്തരപ്പെടും. നമ്മുടെ ഭാഷ പറഞ്ഞു മാനസാന്തരപ്പെട്ടുള്ള ദൈവത്തോട് നടക്കാനൊക്കെ തോന്നുന്നു. തന്റെ ജീവിതത്തിൽ പ്രവചനം ദൈവാത്മാവ് വെളിപ്പെടുത്തി. തന്റെ പ്രവചനത്തിന് ഒന്ന് നമ്മൾ ചിന്തിച്ചു, അതേതാണ്? ലോകത്തിൽ ജലപ്രളയം, ന്യായവിധിയാകുന്ന ജലപ്രളയം വരാൻ പോകുന്നു. അടുത്ത തന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന പ്രവചനം എന്താണെന്ന് വായിക്കുന്നത് ബൈബിള് വേറെ എങ്ങുമില്ല. 65-ാം പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കും. അല്ലെ, ഉൽപ്പത്തി മുതൽ 65-ാം പുസ്തകം, അത് യൂദായുടെ ലേഖനത്തിൽ വരുമ്പോൾ ഹാനോക്ക് ആരായിരുന്നെന്നും തന്റെ പ്രധാന പ്രവചന വിഷയം എന്തായിരുന്നെന്നും പരിശുദ്ധാത്മാവ് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കും. അതിന്റെ 14-ഉം 15-ഉം വാക്യം. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തിയറ്റ പാപികൾക്ക് തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു. ഇതാ കർത്താവ് വരുന്നു. എങ്ങനെ വരുന്നു? 1000 വിശുദ്ധന്മാരുള്ളൂ. കർത്താവിന്റെ പരസ്യ പ്രത്യക്ഷത ലോകത്തിൽ ആദ്യമായി വെളിപ്പെടുത്തിയ വ്യക്തിയാണ് ഹാനോക്ക്. കർത്താവിന്റെ ക്രൂശുമരണം ആദ്യമായി ലോകത്തിന് വെളിപ്പെടുത്തിയ വ്യക്തി ആദാം. ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർന്നു. അതിനുശേഷം കർത്താവിന്റെ അതായത് ഒന്നാം പ്രത്യക്ഷത മനുഷ്യാവതാരം. ഇവിടെ പറഞ്ഞ രഹസ്യപരമല്ല, പരസ്യപരം. എങ്ങനെയാണ് വരുന്നത്? 1000 വിശുദ്ധന്മാരോടുകൂടി കർത്താവ് വരുന്നു. തന്റെ പ്രധാന പ്രസംഗ വിഷയം എന്തായിരുന്നു? 1000 വിശുദ്ധന്മാരോടുകൂടി 1000 വിശുദ്ധരുമായി കാന്തന കർത്താവ് വന്നിടുവേ, ആർത്തിയോടവനായി കാത്തിടാവേ, ആർത്തിയോടവനായി കാത്തിടാവേ. സിയോൻ സഞ്ചാരികളെ ആനന്ദിപ്പീൻ, കാഹളധ്വനി വിണ്ണിൽ കേട്ടിടാറായി, വേഗത്തിൽ നമ്മയും ചേർത്തിടാറായി, വേഗത്തിൽ നമ്മയും ചേർത്തിടാറായി. ഹാനോക്കിന്റെ 300 വർഷത്തെ പ്രധാന പ്രസംഗ വിഷയം ഒന്ന് ജലപ്രളയം. അത് ആസന്ന ഭാവി സംഭവിക്കുന്നു. 2 അനന്ത വിദൂര ഭാവി സംഭവിപ്പാൻ പോകുന്ന മകൻ സംഭവം. ഇതാ കർത്താവ് വരുന്നു. എങ്ങനെ വരുന്നു? ഇതാ കർത്താവ് വരുന്നു എന്ന് ഇതാ കർത്താവ് വരുന്നു എന്ന് പറഞ്ഞു. എങ്ങനെ വരുന്നു? 1000 വിശുദ്ധന്മാരുമായി വരുന്നു. ഹാനോക്ക് നമ്മളെ കൂടെ കണ്ട എഴുതിയിരിക്കുന്നത് കേട്ടോ. കർത്താവ് രഹസ്യ വരവിൽ പ്രതിഫലം വാങ്ങിപ്പാതെ സ്വർഗത്തിൽ പോയിട്ട് പ്രതിഫലം വാങ്ങിച്ച കർത്താവിനോട് ചേർന്ന് ഭൂമിയിൽ മഹത്വ പുസ്തകത്തിൽ വരുന്ന നമ്മളെ ഓരോരുത്തരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 1000 വിശുദ്ധന്മാരുമായി വരുന്നു. ഇനി താൻ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ കാലയളവിനെ കുറിച്ചാണ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ ന്യായാധിപതിയായി വരുന്ന കർത്താവ്. 1-ാം വരവ് രഹസ്യ വരവ് മണവാളനായി വരിക, മണവാട്ടിയെ ചേർക്കാൻ. ഇവിടെ
ന്യായാധിപതിയായി വരുന്ന കർത്താവ്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല നിഷ്ഠൂരങ്ങളും നിമിത്തം ഭക്തി കെട്ടവരൊക്കെയും ബോധം വരുത്തുക. ഈ പറയുന്നത് ഭക്തി കെട്ടവർക്ക് ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരുമാർ വരുന്നു എന്നല്ല, വന്നിരിക്കുന്നു. ഇതാണ് തന്റെ പ്രസംഗത്തിന്റെ പ്രധാന വിഷയം. താൻ ഈ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടൊരു കാര്യം നാം മനസ്സിലാക്കണം. കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ ആദാം ഉടലോട് സ്വർഗത്തിൽ എടുത്തുകൊള്ളപ്പെടുന്നതിന് 57 വർഷം മുമ്പാണ്, ഹാനോക്ക് ഉടലോട് സ്വർഗത്തിൽ എടുക്കപ്പെടുന്നതിന് 57 വർഷം മുമ്പാണ് ആദാം മരിക്കുന്നത്. കറക്റ്റ് കണക്കാ പറഞ്ഞു, കണക്കൊന്നും എനിക്ക് എടുത്ത് വിശദീകരിക്കാൻ സമയമില്ല. അങ്ങനെ 57 വർഷം കഴിഞ്ഞാണ് ആദാം മരിക്കുമ്പോൾ ഇവര് രണ്ടുപേരും കൂടെ 308 വർഷം സമകാലികരായിരുന്നു. ആദാമും 7ാം തലമുറ ഉൾപ്പെട്ട ഹാനോക്കും കൂടെ 308 വർഷം സമകാലികരായിരുന്നു. അങ്ങനെ 308 വർഷം സമകാലികരായിരുന്നപ്പോൾ ആദാമിനോട് ചെന്ന് ഹാനോക്ക് പറയുന്ന പ്രധാന ദൂതാണ്, അപ്പച്ച കർത്താവ് വരുന്നു. അപ്പൊ 1ാം തലമുറ മുതൽ എല്ലാവരും അറിയേണ്ടിയ ഏറ്റവും ശക്തമായ ദൂതാണ് യേശു കർത്താവിന്റെ മടങ്ങി പറഞ്ഞ്. എന്റെ സബ്ജക്റ്റ് അതല്ലാത്തതുകൊണ്ട് അവിടെ സർക്കാർ നിർന്നു. താനൊരു പ്രത്യേക വിഷയം കൂടെ പറയാനുണ്ട്. 3ാം പ്രവചന വിഷയം അതാ. മോളിൽ പറഞ്ഞ മുഴുവൻ മരിച്ച് ലോകം വിട്ടു പോകുമ്പോൾ ഹാനോക്ക് പറയുന്നറിയാമോ? നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഹാനോക്കിനെ നോക്കുമ്പോ കാണത്തില്ല. ഹാനോക്ക് എന്ത് ചെയ്യും? ഹാനോക്ക് ഉടലോട് സ്വർഗത്തിൽ എടുത്തുകൊള്ളപ്പെടും. അപ്പൊ തന്റെ പ്രസംഗത്തിന്റെ വേറൊരു വിഷയം എന്താണെന്നറിയാമോ? ഞാൻ മരണം കാണാതെ സ്വർഗത്തിൽ എടുക്കപ്പെടും. ഇത് വിശദമായി പറഞ്ഞിരിക്കും. എബ്രായ ലേഖനം 11ാം അധ്യായം. പഠിച്ച സബ്ജക്റ്റാണ്, ഒരു പ്രാവശ്യം ഒന്ന് നോക്കുന്നതായിരിക്കും. എബ്രായ ലേഖനം 11ാം അധ്യായത്തിന്റെ 5ാം വാക്യം. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. വിശ്വാസം എന്താണ്? വിശ്വാസം ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാലം നിശ്ചയമാണ്. അപ്പൊ ഹാനോക്കിന് എന്താ വിഷയം ഉണ്ടായിരുന്നു? ഞാൻ മരിക്കത്തില്ല. വിശ്വാസത്തെ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ഇതാർക്ക് നിഴലാന്നറിയാമോ? കർത്താവ് ഇന്ന് വന്ന നമുക്കും നിഴലാണ്. മരണം കാണാതെ കർത്താവിന്റെ രഹസ്യങ്ങൾ എടുക്കപ്പെടുന്ന ഒരുപറ്റം വിശുദ്ധന്മാർ ഭൂമിയിലുണ്ട്. അതിന് നിഴലായിട്ട് കാണിക്കുകയാണ്. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കുന്നു. അപ്പൊ ഈ പ്രസംഗ മധ്യത്തിൽ അനേകർ തന്നെ പരിഹസിക്കുകയും തന്നെ ആക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ അതാ കർത്താവ് വരുന്ന നിനക്കൊക്കെ ന്യായീകരിക്കാൻ വരുന്നത് വിളിച്ചു പറയുമ്പോൾ അവരുടെ കണ്ണുമുമ്പ് വെച്ച് ഈ ദൈവദാസൻ എന്ത് ചെയ്തു? ഇന്ന് സ്പേസ് ഷട്ടിൽ ബോളോ ഇങ്ങനെ മേളോട്ട് പോകും, ഇങ്ങനെ പോകും. സ്പേസ് ഷട്ടിലാ മേളോട്ട് പോകും. ഹാനോക്ക് അവർ കാണുക ഉടലോട് സ്വർഗത്തിലേക്ക്. ഹാനോക്കിന്റെ ക്വാളിറ്റി എന്തായിരുന്നു? ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്ന 24 ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്ന എത്ര? 300 വർഷം, 3 നൂറ്റാണ്ട് ദൈവത്തോട് നടന്ന ഏക വ്യക്തിയെ വിശുദ്ധ ബൈബിൾ പരിചയപ്പെടുന്ന ഹാനോക്കിനെ മാത്രം. 300 സംവത്സരം ദൈവത്തോടുകൂടെ നടന്നു. ദൈവത്തോട് നടക്കുക എന്ന വാക്കിന്റെ ഹലാക്ക് എന്ന എബ്രായ ഹാലാക്ക്, HALAK ഹലാക്ക് എന്ന എബ്രായ പദമാണ് മോശ എഴുതി വെച്ചിരിക്കുന്നത്. ഹലാക്ക് എന്ന വാക്കിന് 4 അർത്ഥമുണ്ട്. ഒന്ന്, ദൈവത്തോടുകൂടെ നടക്കുക എന്നാൽ ദൈവത്തിന്റെ കൂട്ടായ്മയെ നടക്കുക. അപ്പൊ നാം രക്ഷിക്കാൻ പല മാനസാന്തരപ്പെട്ട് ദൈവം വായിച്ച വിശ്വാസത്താൽ നടക്കുമ്പോ എങ്ങനെ നടക്കണം?
ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നടക്കണം. 2, ദൈവത്തോട് ഐക്യപ്പെട്ട് നടക്കണം. സ്നേഹിതരെ പോലെ ഐക്യപ്പെട്ട് അങ്ങനെ സ്നേഹിതരെ പോലെ ഐക്യപ്പെട്ട് നടക്കുമ്പോഴാണ് സ്നേഹിതരോട് കാര്യം പറയുന്നത്, രഹസ്യം പറയുന്നത്, പ്രവചനം പറയുന്നത്. 2ാമത്തെ പോയിന്റ്. 3ാമത് ദൈവത്തോട് വിധേയപ്പെട്ട് നടക്കണം. വിധേയത്വം ദൈവത്തോട് വിധേയപ്പെട്ട് നടക്കണം. ശരിയായ മാനസാന്തരപ്പെട്ടവരുടെ 4 പോയിന്റ് ആയിരുന്നു പറഞ്ഞത്. ദൈവത്തോട് നടക്കുക എന്ന് പറയുന്നത് ദൈവത്തോട് വിധേയപ്പെട്ട് നടക്കണം. 4, ദൈവത്തിൽ ആശ്രയിച്ച് നടക്കണം. ഇത്ര ക്വാളിറ്റി ഉണ്ട് അത് ഹാനോക്ക് ദൈവസന്നിധി നടന്നത്. അങ്ങനെ ദൈവഭയത്തോടുകൂടി തലമുറകളെ ജനിപ്പിച്ച് താൻ ഇങ്ങനെ പ്രസംഗം ചെയ്തപ്പോൾ മരണം കാണാതെ എടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി എന്നുള്ളതായ റെക്കാർഡ് ലഭിച്ച ഭക്തനായ ദൈവദാസനാണ്, അല്ലെങ്കിൽ പ്രവാചകനായ ദൈവദാസനാണ് ഹാനോ. ഞാനത് പറഞ്ഞ് നിർത്തുന്നു. സ്തോത്രം. ഇനി 25-ാം വാക്യം. ഇത് 25-ാം വാക്യം. മെഥൂശലഹിന് 187 വയസ്സായപ്പോൾ അവൻ ലാമേക്കിനെ ജനിപ്പിച്ചു. മെഥൂശലഹിന് 187 വയസ്സായപ്പോൾ അവൻ ലാമേക്കിനെ ജനിപ്പിച്ചു. ലാമേക്ക് എന്ന വാക്കിന്റെ അർത്ഥം നശിപ്പിക്കുന്നവൻ. അതിനകത്ത് ന്യായവിധി ലോകം മുഴുവൻ നശിക്കാതെ വെളിപ്പെട്ട് കൊടുക്കുക. അതല്ല, ആ മനുഷ്യൻ ആരെ നശിപ്പിച്ചിട്ടില്ല. പ്രവചനാർത്ഥം നശിപ്പിക്കുന്നവൻ. അല്ല, ജലത്തിൽ മുങ്ങി ജനങ്ങൾ ന്യായവിധി ജലത്തിൽ മുങ്ങി മാനസാന്തരപ്പെടാത്ത എല്ലാം നാശിക്കുന്ന കാലഘട്ടമാണ് വരുന്നെന്നുള്ള ആ പ്രവചന ബോധത്തിലാണ് ഏത് പദം പറഞ്ഞിരിക്കുന്നത്? ലാമേക്ക്. മെഥൂശലഹ്. ആ മെഥൂശലഹ് ലാമേക്കിനെ ജനിപ്പിച്ചു. ആ ലാമേക്കിനെ ജനിപ്പിച്ച ശേഷം 26-ാം വാക്യം. ലാമേക്കിനെ ജനിപ്പിച്ച ശേഷം മെഥൂശലഹ് 782 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. മെഥൂശലഹിന്റെ ആയുഷ്കാലം ആകെ 969 സംവത്സരം. ആകെ 960. ഗിന്നസ് ബുക്കിൽ കൊണ്ടാടുന്നതിൽ ഏറ്റവും കൂടുതൽ ആയുസ് ജീവിച്ച മനുഷ്യൻ മെഥൂശലഹ് എന്ന് പേര് കിട്ടിയത്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആയുസോടെ ജീവിച്ച മനുഷ്യനാണ് മെഥൂശലഹ്. എത്ര? 969 സംവത്സരം. എന്നിട്ട് 1000 തികച്ചില്ല. 969 കറക്റ്റ്. 969-ാം സംവത്സരത്തിൽ മെഥൂശലഹ് മരിക്കുമ്പോഴാണ് ജലപ്രളയം ഉണ്ടാകുന്നത്. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, താരാ ഹാനോക്ക് പ്രവചിച്ചു നോക്കും, അവൻ മരിക്കുമ്പോൾ ആ നല്ല ജലപ്രളയം സംഭവിക്കും. അപ്പോൾ അങ്ങനെയുള്ളതായ ആ ന്യായവിധിയുടെ മധ്യത്തിൽ, ആ ലോകത്തിന് നാശം ഉണ്ടാകുന്ന മധ്യത്തിൽ മെഥൂശലഹ് എന്ത് ചെയ്തു? മെഥൂശലഹ് ആരെ ജനിപ്പിച്ചു? ലാമക്ക് ആരെ ജനിപ്പിച്ചു? അതിന്റെ 28-ഉം 29-ഉം. ലാമേക്കിന് 182 വയസ്സായപ്പോൾ അവൻ ഒരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമി. അപ്പൊ ബാക്കി പേര് മാത്രം പറഞ്ഞ് ഓരോ പേര് അവസാനിക്കുമ്പോൾ അല്പം കൂടെ പ്രത്യേക ഒരു വിശദീകരണം പറയാം. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേർ. അവിടെ തന്നെ പേരിന്റെ അർത്ഥമുണ്ട്, ആശ്വാസപ്രദം. കർത്താവ് ശപിക്കപ്പെട്ട ഭൂമിയിൽ നോഹ ജനത്തെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ് അവർ ഏത് പേരിട്ടു? നോഹ. ലോകത്തിന് ആശ്വാസം നൽകുന്ന ഭക്തനായ ദൈവദാസൻ. ഇതാണ് അടുത്തത് 10-ാം തലമുറ. അടുത്ത 10-ാം തലമുറ പിന്നെ പഠിക്കാൻ നോഹ മുതൽ അബ്രഹാം വരെ. 10 തലമുറ. അതിൽ ആദാം മുതൽ അബ്രഹാം വരെ 20 തലമുറ. അപ്പൊ നോഹ 10-ാം തലമുറയിൽ എന്ത് സംഭവിച്ചു? നോഹയ്ക്ക് ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചു. വ്യക്തയല്ല, ഓരോ മക്കളുടെ പേര് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന് ഒരിക്കലും തെറ്റുപറ്റത്തില്ല.
നോഹയ്ക്ക് മാത്രം 3 മക്കളുടെ പേര് പറയാം. ആകെ 3 മക്കളെ ജനിച്ചു. മറ്റേത് ഒത്തിരി മക്കളെ ജനിപ്പിച്ചു. എന്നാൽ നോഹയാകെ 3 മക്കളെ മാത്രമേ ജനിപ്പിച്ചിട്ടുള്ളൂ. അത് ജനപ്പെടുന്നതിന് ശേഷം ഇതിന്റെ യാഥാർത്ഥ്യങ്ങളും ആത്മീയ യാഥാർത്ഥ്യങ്ങളും പശ്ചാത്തലങ്ങളും പറയാം. അപ്പോ നോഹയ്ക്ക് 600 വയസ്സായി. ഏറ്റവും കൂടുതൽ പ്രായം കൂടി സന്ധി ജനിച്ച മനുഷ്യനാണ്. 600 വയസ്സായപ്പോൾ 500 വയസ്സായ ശേഷം നോഹ ഷേമിനെയും ഹാമിനെയും ഇപ്പോൾ അതിന്റെ അർത്ഥം പറഞ്ഞാൽ ശരിയാകത്തില്ല. ജലപ്രളയത്തിന് ശേഷം അതിന്റെ അർത്ഥം ഞാൻ പറയാം. 3 മക്കൾ. 1 ഷേം, 2 ഹാം, 3 ജാഫത്ത്. 3 തലമുറ. ഇങ്ങനെ പറയുമ്പോൾ നോഹയ്ക്ക് 500-ാം വർഷത്തിൽ ഈ 3 തലമുറ ജനിപ്പിച്ചപ്പോൾ ഈ നോഹ ആരായിരുന്നു? 6-ന്റെ എട്ടം. 6-ന്റെ എട്ടം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. വിശുദ്ധ ബൈബിളിൽ കൃപ എന്ന പദം ആദ്യം കാണുന്ന ഇവിടെ. നോഹയ്ക്ക് എന്ത് ലഭിച്ചു? യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയ്ക്ക് യഹോവയുടെ പുതകത്തിൽ ആദ്യം കൃപ ലഭിക്കുന്ന ആർക്കാ? മറിയയ്ക്കാം. കൃപ ലഭിച്ചവള് നിനക്ക് വന്നത്. സ്ത്രീയുടെ സന്തതിയായ യേശു കർത്താവ് ജനിപ്പ തമ്പുരാൻ ഉദരം തുറന്നു കൊടുത്ത മറിയാണ് കൃപ ലഭിച്ചത്. അങ്ങനെ യേശു കർത്താവ് മുഖേന നമുക്ക് കൃപ ലഭിച്ചുകൊണ്ട് നമ്മളെല്ലാം കൃപ പ്രാപിച്ചവരാണ്. അതാണ് എഫേസ്യരുടെ പറയുന്നത്. കൃപയാണല്ലോ 2:7 കൃപയാണല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു. അപ്പൊ കൃപയുണ്ടെങ്കിൽ എന്തോ നടക്കും? രക്ഷ നടക്കും. അപ്പൊ നോഹ എന്ത് ചെയ്തു? വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട മനുഷ്യനാണ്. അപ്പൊ ഇന്നത്തെ യുഗത്തിന് ഒരു കൃപായുഗം വന്ന നമ്മൾ യുഗം പഠിച്ചോണ്ടിരുന്നത്. ആ കൃപായുഗത്തെ കുറിച്ച് പൗലോസ് എന്ന് പറഞ്ഞിരിക്കുന്നു. 2 കൊരിന്ത്യർ 6:1-2. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തക്കാരായ നിങ്ങളെ പ്രബോധിപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് നമുക്ക് എന്താ ലഭിച്ചത്? അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ദൈവനെ പഠിക്കാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആത്മകൂട്ടായ്മ ദൈവത്തെ ആരാധിക്കുന്നത്. എന്തോ ലഭിച്ചു? നിങ്ങൾക്ക് ദൈവങ്ങൾ ലഭിച്ചു. അത് മിസ്യൂസ് ചെയ്യല്ലോ. കൃപയ്ക്ക് വിലയുള്ളതാ. ക്രൂശിന്റെ വിലയാ കൃപയുടെ വില. ക്രൂശ് കൊടുത്തപ്പെട്ട കർത്താവിന്റെ വിലയാ കൃപയുടെ വില. അറിയിക്കാത്ത സ്ഥാനത്ത് വെച്ച് വലിയ ദാനമാ കൃപ. നിങ്ങൾക്ക് കൃപ ലഭിച്ചത് ഒരിക്കലും എന്താക്കി കളയല്ലേ? വ്യർത്ഥമാക്കി കള. ഈ കൃപ ആരുടെയാണ്? ആ കൃപ എന്റെ ഉടമസ്ഥാവകാശമാണ്. ദൈവത്തിന്റെ കൃപ. നോഹയ്ക്കാണ് കൃപ ലഭിച്ചു? ദൈവത്തിന്റെ കൃപ. അടുത്തത് യേശു കർത്താവിന്റെ അമ്മയായ മറിയക്ക് എന്തോ ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നമുക്ക് എന്തോ ലഭിച്ചു? ദൈവത്തിന്റെ സന്നിധി ഒരിക്കലും യോഗ്യതയില്ലാത്ത എന്നെ യോഗ്യത ഉള്ളവരാക്കി നിത്യതയെ കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ പ്രോഗ്രാമിന്റെ 1-ാം പണിയാണ് ദൈവകൃപ. അതുകൊണ്ട് എന്ത് ചെയ്യണ്ടേ? ദൈവകൃപ ലഭിച്ചത് വ്യർത്ഥമാക്കി തീരലെന്ന് സഹപ്രവർത്തിക്കാരായ കൃപ പ്രാപിച്ച പൗലോസ് പറയണം. സഹപ്രവർത്തിക്കാരായ നിങ്ങളോട് ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നു. നെക്സ്റ്റ് അടുത്ത വാക്യം. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. എപ്പോഴാ കൃപ ലഭിച്ചത്? നിങ്ങൾക്ക് എല്ലാം ഓരോ പ്രസാദകാലമുണ്ട്. ഒരുപക്ഷെ എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും. രക്ഷിക്കപ്പെട്ട ദിവസത്തിന്റെ പേരാണ് പ്രസാദകാലം. നിത്യതയിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയ സമയമാണ് രക്ഷാനിർണയമാണ് പ്രസാദകാലം. പ്രസാദകാലത്ത്
ഞാൻ നിനക്ക് ഉത്തരമരുളി രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. പ്രസാദകാല സമയം രക്ഷിക്കപ്പെട്ട ദിവസം, രക്ഷാ ദിവസത്തിൽ നിന്റെ സഹായിച്ചു. ഈ ഇത്രയും പേരെ ഒന്നിച്ച് കാണാൻ സന്തോഷമുണ്ട്. ആരെങ്കിലും രക്ഷിക്കപ്പെടുന്ന ഡേറ്റ് കറക്റ്റ് അറിയാവുന്നവരുണ്ടെന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. ഇയറും ഡേറ്റും പറയാം. രക്ഷാനിർണയം പ്രാപിച്ച ഡേറ്റ്, അല്ല വീണ്ടും ജന്മം പ്രാപിച്ച ഡേറ്റ്, അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട ഡേറ്റ്, ആർക്കും അറിയത്തില്ലേ? എനിക്ക് ആ ഡേറ്റ് മാത്രം ഓർമ്മയുണ്ട്, വേറെ ഒന്നും ഓർമ്മയില്ല. 1970 ഏപ്രിൽ മാസം 17-ാം തീയതി തിരുവല്ല മർത്തോമോളി പഠിക്കുമ്പോൾ ആത്മഭാരത്തെ ഞാനൊന്ന് സമുദായത്തിൽ ആരാധിച്ചു വരണം. 17-ാം വയസ്സിൽ ഒരു ദേവദാസൻ എന്നെ കൊണ്ടൊന്ന് നിർബന്ധിപ്പിച്ചു സുവിശേഷ പ്രസംഗം. ആദ്യം 19 മീറ്റിംഗ് അന്നാണ്. അന്ന് രാത്രി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. ജീവിതത്തിൽ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്നുള്ളത് ഇന്നും മനപ്പാടം എനിക്ക് അറിയത്തില്ല. ഞാൻ ബൈബിൾ നോക്കിയേ പറയത്തുള്ളൂ. എന്റെ സ്വർഗത്ത് ജനിച്ച ദിവസം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അനുഭവം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ആ സന്തോഷം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഏത് ദിവസം ഓർക്കണം? രക്ഷാനിർണയം പ്രാപിച്ച ദിവസം. കാരണം അന്നാണ് സ്വർഗത്തിലെ ദൈവം തമ്പുരാന്റെ പേരായെടുത്ത ജീവന്റെ പുസ്തകം നമ്മുടെ പേരെഴുതി. ഇവരും അവരും അവിടെ ജനിച്ചു എന്ന് വീണ്ടും ജനിച്ചു. സിയോൻ 87 ഇവരും അവരും അവിടെ ജനിച്ചു എന്ന് സിയോനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നോഹയ്ക്ക് പേരെവിടെ ലഭിച്ചു? ജീവന്റെ പുസ്തകത്തിൽ പേര് കിട്ടി. കൃപ ലഭിച്ച എല്ലാ ദൈവമക്കൾക്കും സ്വജീവന്റെ പുസ്തകത്തിൽ പേര് ലഭിക്കും. അങ്ങനെ ജീവന്റെ പുസ്തകത്തിൽ പേര് ലഭിക്കാത്തവർ കൃപ ലഭിച്ചിട്ടില്ല. അതിന്റെ തിക്താനുഭവം വെളിപ്പാട് 20 വായിക്കുന്നുണ്ട്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. സ്തോത്രം. നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ് കേട്ടോ. ജീവന്റെ പുസ്തകത്തിൽ പേര് ലഭിച്ചു. ജീവന്റെ പുസ്തകത്തിൽ പേര് ലഭിച്ചത് നമ്മൾ ഓരോരുത്തരും. അതിനോട് ബന്ധപ്പെട്ട് കൃപയുടെ ആഴം എന്താണ്? ഇത് കൃപ നമ്മൾ ആരംഭിച്ചു കൊണ്ടു. കൃപയുടെ ആഴം എന്താണെന്ന് ഇപ്പോഴല്ല ലഭിക്കുന്നത്. വരുംകാലം എഫേസ്യ ലേഖനം ഒന്നെടുത്താണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 4-5 എങ്ങനെ കൃപ ലഭിച്ചെന്നുള്ള 4-ാം അധ്യായം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും ക്രൂശുമരണത്തിൽ അതിക്രമങ്ങളാൽ മരിച്ച നമ്മെ കരുണാസമ്പന്നനായ ദൈവം ക്രിസ്തുവിനോടുകൂടെ വീണ്ടും അല്ലെങ്കിൽ നിത്യജീവന്റെ അവകാശം തന്നു. നെക്സ്റ്റ്. കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ആ ദിവസം പറയാം, കൃപയാൽ അത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഒരിക്കലും എത്താൻ സാധിക്കാത്ത സ്ഥാനത്ത് കരുണാസമ്പന്നനായ ദൈവത്തിന്റെ മഹാസ്നേഹം സ്വന്തം പുത്രനെ ആദരിക്കാതെ ക്രൂശ് സ്വന്തം പുത്രനെ നൽകി നമ്മെ രക്ഷിച്ച രക്ഷയുടെ പേരാണ് ദൈവകൃപ. ഇത് തീരുകയല്ല, ഇത് തുടങ്ങുകയുള്ള. നെക്സ്റ്റ്. ക്രിസ്തുയേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ കൃപയ്ക്ക് എന്തുണ്ട്? അത്യന്തമായ ധാനം, മഹത്വത്തിന്റെ ധാനം, നിത്യത ലഭിക്കുന്ന ധാനമാണ്. കൃപയുടെ അത്യന്ത ധാനം വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് മരണം കഴിഞ്ഞ് അങ്ങോട്ട് അടുത്ത സ്റ്റെപ്പ് വെക്കുന്ന കൃപയുടെ അത്യന്ത ധാനം കണ്ടോണ്ടാ. കൃപയുടെ അത്യന്ത ധാനം വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ക്രിസ്തുയേശുവിൽ അവനോട് ഉയർത്തെഴുതിയ വിശ്വാസ നിത്യത ഇരുത്തിയിരിക്കും. അതാണ് കൃപയുടെ ആരം. നോഹയ്ക്ക് എന്തോ ലഭിച്ചു? കൃപ ലഭിച്ചു.
എന്തോ ഭാഗ്യം ലഭിച്ചു, പെട്ടകത്തിൽ കയറി ന്യായവിധി ജ്വലത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. സ്വത്രം. കൃപ ലഭിച്ചാൽ എന്തോടെ ദൈവത്തിന്റെ ക്രോധാഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ട് കൃപയാപ്പെട്ടമാണ് ദൈവസഭയിൽ നമ്മളായിരിക്കാം. നോഹയുടെ പെട്ടകത്തിന്റെ പൊരുളാണ് കൃപയാകുന്ന നമ്മുടെ പെട്ടകം. നോഹ താഴെ പഠിക്കുന്ന നോഹയുടെ ഒറ്റ വാതിലേ ഉള്ളായിരുന്നു, ഏകവാതിൽ ക്രിസ്തുവ. താഴെ പഠിക്കാം. അപ്പൊ നോഹയുടെ കാലത്തെ ജലപ്രളയത്തിൽ നോഹ എന്ത് ചെയ്തു? നോഹയ്ക്ക് കൃപ ലഭിച്ചതിന് ശേഷം നോഹയ്ക്കുണ്ടായ 3 തലമുറകളായി. ആ തലമുറ വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുകയാണ് 6:9. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായി. ഇതാണ് വംശപാരമ്പര്യം. നമ്മുടെ ആത്മീയ പാരമ്പര്യം ഇതാ. നോഹ തലമുറയിൽ ആരായിരുന്നു? നീതിമാനും നിഷ്കളങ്കനുമായി. അപ്പൊ നമ്മൾ തലമുറയിൽ ആരായിരിക്കണം? ക്രൂശിന്റെ രക്തത്താൽ നീതീകരണം പ്രാപിച്ചു. അടുത്ത എന്താണ്? നിഷ്കളങ്കനായി ജീവിക്കണം. നിഷ്കളങ്കനായി ജീവിക്കണം. ഇതാണ് നോഹ രക്ഷിക്കപ്പെടുന്ന ഡേറ്റ് ആണ് 600-ാം സംവത്സരം. സോറി 500-ാം സംവത്സരം. നോക്കിക്കാട്ടെ, അതിന്റെ 5:32. നോഹയ്ക്ക് 500 വയസ്സായപ്പോൾ നോഹ ശേമിനെയും ഹാമിനെയും യാഫത്തിനെയും ജനിപ്പിച്ചു. നോഹയ്ക്ക് 500 വയസ്സായപ്പോ കൃപ ലഭിച്ചു. 500 വയസ്സായപ്പോ നോഹ എന്ത് ചെയ്തു? ശേമിനെയും ഹാമിനെയും യാഫത്തിനെയും ജനിപ്പിച്ചു. അന്ന് തുടങ്ങിയ പ്രസംഗമാണ് ലോകത്തിന് ന്യായവിധി വരുന്നത് എന്ന് വിളിച്ചു പറഞ്ഞു. ജലപ്രളയത്താലുള്ള ന്യായവിധി ലോകത്തിന്. അതിനെക്കുറിച്ച് അല്പം വിശദമായി നാം വായിക്കുന്നത് 2 വാക്യമുള്ളെങ്കിലും എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ നോഹ അക്കാലത്ത് എന്ത് ചെയ്തു? നോഹ അക്കാലത്ത് എന്ത് ചെയ്തു? സ്തോത്രം. 7-ാം വാക്യം 11-ന്റെ എബ്രായർ 11-ന്റെ. നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തോന്നി. വിശ്വാസത്താലോ വിശ്വാസമോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യം നിശ്ചയമാണ്. വിശ്വാസത്താൽ നോഹ കണ്ണുകൊണ്ടൊരു കാര്യം കണ്ടു. ലോകത്തിൽ ജലപ്രളയം. അത് അന്ന് വരെ ഭൂമിയിൽ എന്തില്ലായിരുന്നു? അന്ന് വരെ ഭൂമിയിൽ എന്തില്ല? അന്ന് വരെ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായി. മഴ വരുന്നു. അപ്പൊ നോഹയുടെ കാലഘട്ടം വരെ ഭൂമിയിൽ മഴയില്ലായിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ പറഞ്ഞു, നോഹയുടെ കാലയളവ് വരെ ഭൂമിയിൽ മഴ പെയ്തിരുന്നില്ല. ഉൽപ്പത്തി 2-ാം അധ്യായത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെ നനച്ചു. അപ്പൊ നോഹയുടെ കാലം വരെ ഭൂമിയിൽ നിന്നും മഞ്ഞു പൊങ്ങി നിലം നനച്ചു വന്ന കാലയളവിൽ നോഹ പ്രസംഗിക്കുക, മേളോട്ടൊന്ന് നോക്കണേ, മഴ പെയ്യാൻ പോവാം. അവിശ്വാസം ഈ അപ്പച്ചൻ വട്ട് പറയാം. ഇതുവരെ അങ്ങൊരു അനുഭവം ലോകത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പച്ചൻ പറയാ, നോഹയപ്പച്ചൻ പറയാ, അവിടെ വലിയപ്പച്ചൻ മഴ വീഴാൻ പോ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അവിശ്വാസപ്രമേയം ജനം ഒന്നിച്ച് പാസാക്കി. എങ്കിലും നോഹ എന്ത് ചെയ്തു? വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തതിനെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ദൈവം പറഞ്ഞ നിന്റെയും നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു ഭയങ്കര കപ്പൽ തീർത്തോളാം. ഇന്നത്തെ ഭാഷ കപ്പൽ, ഒരു ഭയങ്കര കപ്പൽ. നോക്കിയാൽ നോഹയ്ക്ക് എന്ത് ലഭിച്ചു? അപ്പൊ ആ തലമുറ എങ്ങനെയുള്ള തലമുറയായിരുന്നു? ആ തലമുറ എങ്ങനെയുള്ള തലമുറയാണ്? 6-ാം അധ്യായത്തിൽ 1 മുതൽ ആ തലമുറ ജലപ്രളയം വന്ന് നശിപ്പിക്കപ്പെട്ട തലമുറ എങ്ങനെയുള്ളതായിരുന്നു എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി മോശം മുഖേന രേഖപ്പെടുത്തിയിരിക്കുക.
മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായിരുന്നു. ഇത് ഏറ്റവും വലിയ ഒരു തർക്ക വിഷയമായിരുന്നു ഭൂമിയിൽ. ഒരു ഗ്രൂപ്പ് പറയുന്നത് ദൈവത്തിന്റെ ദൂതന്മാർ ഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യരിൽ സൗന്ദര്യമുള്ള സ്ത്രീകളെ ഭാര്യമാരാണെടുത്ത് അന്ന് ചില പ്രത്യേക തലമുറകളുണ്ടായി. ഇത് ഒരിക്കലും നടക്കുക ഇല്ല എന്ന് ബൈബിള് തന്നെ തെളിയിക്കുന്നു. ദൂതന്മാരാരാണ്, നമ്മളാരാണ്? ദൂതന്മാരാരാണ്, നമ്മളാരാണ്? ബൈബിളിൽ ദൂതന്മാരെ കുറിച്ച് ഈ വിഷയ സംബന്ധമായിട്ട് എന്തു പറഞ്ഞിരിക്കുന്നു? ദൂതന്മാരുടെ സൃഷ്ടിതാവായ കർത്താവ് ഭൂമിയിൽ മനുഷ്യവേഷം എടുത്ത് വന്നപ്പോ മർക്കോസ് 12-ാം അധ്യായത്തിലെടുത്ത് മർക്കോസ് 12-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. Yes, Jesus. പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇപ്പോൾ വായിക്കല്ലേ, 18 മുതൽ 27 വരെയുള്ള വാക്യാവിഷയം. യേശു കർത്താവിന്റെ അടുക്കൽ സദൂക്യർ വന്നു. മോശയുടെ കാലത്ത് ദേവര വിവാഹം ഉണ്ടായിരുന്നു. അതായത് ഭാര്യ മരിച്ചാൽ ആ ഭവനത്തുള്ള അടുത്തയാളെ വിവാഹം കഴിക്കാം. ഇതാണ് ഇന്നതില്ല, ന്യായപ്രമാണത്തിൽ ദേവര വിവാഹം എന്ന് പറയും. ഇവിടെ പറഞ്ഞ് യേശുവിന്റെ അടുക്ക് വന്ന് പറഞ്ഞിരിക്കുന്നത് ഒരാളിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, ആ ഭാര്യ മരിച്ചുപോയി. അനിയത്തെ വിവാഹം കഴിച്ചു, അവളും മരിച്ചു. അങ്ങനെ അവളും മരിച്ചുപോയി. അങ്ങനെ 7 പേര് ഭവനത്തിലുണ്ടായിരുന്നു. 7 പേര് മരിച്ചുപോയി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കാട്ടെ 21, 22 വാക്യം. 12-ന്റെ 21, 22. രണ്ടാമത്തവൻ അവളെ പരിഗ്രഹിച്ചത് സന്തതി ഇല്ലാതെ മരിച്ചു. മൂന്നാമത്തവനും അങ്ങനെ മരിച്ചു. 7 പേരും സന്തതി ഇല്ലാതെ മരിച്ചു. 7 പേർക്കും സന്തതി ഇല്ലാതെ മരിച്ചു. നെക്സ്റ്റ്. എല്ലാവർക്കും ഒടുവിൽ സ്ത്രീയും മരിച്ചു. എല്ലാവർക്കും ഒടുവിൽ ആരും മരിച്ചു? അവസാനത്തെ ഇളയാള് മരിച്ചു. എല്ലാവർക്കും ഒടുവിൽ അവസാന ഭാര്യയും മരിച്ചു. നെക്സ്റ്റ് ആണ് പുനരുത്ഥാനത്തിൽ. ഇതാ വിഷയം. പുനരുത്ഥാനത്തിൽ അവരിൽ ഏവന് ഭാര്യ. ഇവരിൽ ആർക്ക് ഭാര്യയാവുന്നവൻ? 7 പേർക്കും ഭാര്യ ആയിരുന്നുവല്ലോ. 7 പേർക്കും ഭാര്യയായിരുന്ന വ്യക്തി ഇവർ 8 പേർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പുനരുത്ഥാനത്തിൽ ഇയാളുടെ ഭാര്യ ആരായിരിക്കും? എന്നാൽ ദൂതന്മാരുടെ സൃഷ്ടിതാവാകുന്ന കർത്താവ് അവിടെ പറയുന്ന മറുപടി വളരെ പ്രസക്തമാണ്. അടുത്ത വാക്യം ചോദിക്കാം. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ടല്ലയോ തെറ്റിപ്പോകും. 1 മിനിറ്റ്. ഇന്നും മനുഷ്യൻ തെറ്റുന്നതുവാ. തിരുവെഴുത്ത് പരിശോധിക്കുന്നില്ല, തിരുവെഴുത്ത് ഉൾപ്പെടെ ദൈവശക്തി പരിശോധിക്കുന്നില്ല. നിങ്ങൾ തിരുവെഴുത്തുകളെയും പ്ലസ് ദൈവശക്തിയെ കുറിച്ച് അറിയായി കൊണ്ടാണ് ഇതൊക്കെ തെറ്റുപറ്റുന്നത്. അടുത്തത്, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ സെക്സ് ഇല്ലെന്ന്. ഭൂമി സെക്സ് തന്നിരിക്കുന്ന സന്താന സമൃദ്ധിയാ ഭൂമി നിറവാരം. എന്നാൽ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ സ്ത്രീയും പുരുഷനുമല്ല എല്ലാം ഒറ്റ പേരുകൾ അറിയുന്നത് പുനരുത്ഥാന പുത്രന്മാരെന്ന് പേർ വിളിക്കും. അതിനെ ആരോട് ബന്ധപ്പെടുത്തിയാ വന്നിരിക്കുന്നത്? അർത്ഥമാകുന്ന നോക്കാത്തത്. വിവാഹം കഴിക്കയില്ല, വിവാഹത്തിന് കൊടുക്കയുമില്ല. യെസ്. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാണ്. അപ്പൊ സ്വർഗത്തിലെ ദൂതന്മാർ വിവാഹം കഴിക്കുമോ? ഇല്ലവേ ഇല്ല. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ 36-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന
ദൂതന്മാരാരല്ല? ദൈവത്തിന്റെ പുത്രന്മാരാരല്ല? ദൂതന്മാരല്ല, ശേത്തിന്റെ വംശാവലിയുള്ള രക്ഷിക്കപ്പെട്ട മക്കളാ. അവര് അവിശ്വാസിയാണ് ഇടയല്ലാപ്പെടാൻ കൂടുന്നത് പുതുമത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവര് കൈയിന്റെ പാരമ്പര്യമുള്ള സഹോദരനുള്ള വിവാഹം കഴിച്ചു. ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധി വേർപാട് നഷ്ടപ്പെടുത്തി. വിശുദ്ധിയും പോയിക്കാണ്. ശേത്തിന്റെ വഴിയിൽ ഉൾപ്പെട്ട ഒരു മകൻ ഒഴികെ ആരും പെട്ടെന്ന് കയറിയില്ലെന്ന് ഓർത്തോ. മുഴുവൻ പഠിച്ചു പോയി. മുഴുവൻ വഷളന്മാരായി തീർന്നു. അല്ല, ദൈവപുത്രന്മാർ അല്ലെങ്കിൽ ശേത്തിന്റെ വംശാവിൽ ഉൾപ്പെട്ട ദൈവമക്കൾ എന്ന് പറയുന്നവർ ആരെ വിവാഹം കഴിച്ചു? കൈന്റെ ശപിക്കപ്പെട്ട വർഗത്തുള്ള സുന്ദരിമാരെ കണ്ട് വിവാഹം കഴിച്ച് അവർക്ക് തലമുറ ഉണ്ടായതുള്ളൂ. അപ്പോൾ യഹോവ, മനുഷ്യൻ എന്റെ ആത്മാവ് സദാകാലം വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാണ്. അപ്പൊ നോക്കി എന്തോ സംഭവിച്ചു. നോഹയുടെ കാലശേഷം ദൈവം നമുക്ക് ആയുധത്തിന് തരുന്നില്ല. ദൈവനാമ മഹത്വത്തിന് 1000 വയസ്സിന് അടുത്ത ആയുസ് കൊടുത്തിട്ടും എല്ലാരും പിഴച്ചു പോകും. ദൈവനാമ മഹത്വപ്പെടാൻ ആരും ജീവിച്ചില്ല. തമ്പുരാൻ ആയുസ് ഒറ്റ വെട്ടിക്കുറയ്ക്കാൻ 120 അപ്പൊ 1000 വർഷം ജീവിക്കാനുള്ള കാലം ദൈവം കൊടുത്തിട്ട് അതിന് ദീർഘായുസോട് തൃപ്തി വരുന്നതൊക്കെ പറഞ്ഞ് 91 സംഘത്തിൽ വിശാലത അർത്ഥം. തമ്പുരാൻ ഒറ്റ വെട്ടി അന്നേരം 120 സംവത്സരം ആക്കും. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ്, അതായത് ആയുസ് കുറഞ്ഞ് 120 അത്രയും കൊടുത്തിട്ടും വലിയ ഗുണം ഒന്നും വന്നില്ല. അടുത്തത് ദൈവം തമ്പുരാൻ എന്ത് ചെയ്തു? അടുത്ത് ഒരു വെട്ടുടങ്ങ് വെട്ടി. ഇത്ര ആയുസ് കൊടുത്തു ഒരുത്തരം ശരിയാകുന്നില്ല. അതാണ് 90 സങ്കീർത്തനം 10. സങ്കീർത്തനം 90:10. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അപ്പൊ നോഹയുടെ കാലം ന്യായപ്രമാണം പോകുമ്പോൾ ഇങ്ങോട്ട് വന്ന് എത്രയേ ഉള്ളൂ? 70. ഏറെയായാൽ 80 മാത്രം. തീരുന്ന ആയുസ് അത് നിലച്ചാൽ കഷ്ടത മാത്രം. അതുകൊണ്ട് നമ്മൾ ആ പാട്ട് പാടുന്നു. വീണ്ടും മനുഷ്യന് ഭക്ഷണത്തെ വർദ്ധിച്ചപ്പോ എന്ത് സംഭവിച്ചു? ഒരു ഭക്തനായ ദൈവദാസൻ ഇടയ്ക്ക് ഒരു വലിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് കൃപയാൽ 70-80 വയസ്സ് നിൽക്കുക. അതുപോലെ വീണ്ടും മനുഷ്യൻ ഭക്ഷണത്തമായപ്പോൾ 102 സങ്കീർത്തനത്തിന് 24 വാക്യമാണ് പ്രാർത്ഥന. അരിഷ്ടനായ മനുഷ്യന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞ 102:24. എന്റെ ദൈവമേ, ആയുസിന്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ. പ്രിയപ്പെട്ടവരെ, ഹൃദയപൂർവ്വം നമ്മൾ പ്രാർത്ഥിക്കണേ കേട്ടോ. തലമുറ കൊടുത്ത് പ്രാർത്ഥിക്കണേ. അതീവ ഗൗരവമായ തലമുറകളാണ്. അതീവ ഗൗരവമായ ദൈവം വിട്ടു പോകുന്ന തലമുറ. ആത്മീയരുടെ മക്കൾ എന്ന് പറയുന്നു പലരും. എന്നാൽ എന്റെ വാത്സല്യ മാതാപിതാക്കളെ ഇടയ്ക്കിത് പ്രാർത്ഥിക്കണം. കർത്താവ്, ആയുസിന്റെ മധ്യത്തിൽ അല്ലെങ്കിൽ 45-50 വയസ്സ് ആരെയും എടുത്തു കളഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും വർഷം ദൈവം ഒറ്റ ഭക്തരെ ഇടയ്ക്ക് വിടുന്നു. പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആയുസിന്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുത്. എന്നാൽ ദൈവമക്കളെ തലമുറ ഇവിടെ വസിക്കും. 102 സങ്കീർത്തനം ആ ദൈവാത്മാ ഓർപ്പിക്കുക. അവസാനം 2 വാക്യം നിൽക്കാൻ. ആ വാക്യം കൂടെ പറഞ്ഞു വായിക്കണം. നീയോ അനന്യനാകുന്നു. ദൈവം ആര്? ഞാനാണ്. ഞാൻ മർത്യൻ, മരണമുള്ളവൻ. നീയോ സമം എബ്രായർ 13:8. കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്ന കർത്താവ്. നീയോ എന്നേക്കും അനന്യനാകുന്നു. നെക്സ്റ്റ്, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. അവസാനമില്ലാത്ത നിത്യൻ, അവസാനമില്ലാത്ത എൻലെസ്, ആരംഭമില്ല, അവസാനമില്ല. അവസാനമില്ലാത്ത അതായത് വർഷം, അവസാനമില്ലാത്ത
നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും. നിന്റെ തലമുറ ഓർത്തോണം. നിന്റെ ദാസന്മാരുടെ മക്കൾ നമ്മൾ പോയാലും തലമുറയെ കുറിച്ച് നമുക്കൊരു ഉത്തരവാദിത്വം വേണം. തലമുറ ദൈവമക്കളാക്കി വളർത്തിയെടുക്കണം. നിന്റെ ദാസന്മാരുടെ മക്കൾ ഭൂമിയിൽ നിർഭയം വസിക്കും. നെക്സ്റ്റ്, അവരുടെ സന്തതി നിന്റെ സന്നിധിയിൽ നിലനിൽക്കും. അവിടെ നിത്യത ചെല്ലും. ഈ യോഗങ്ങൾ പഠിക്കുമ്പോൾ അത്രയും ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വരണം. നമ്മൾ പോയാലും നിത്യത ചെല്ലുമ്പോൾ നമ്മുടെ തലമുറയെ അവിടെ കൊണ്ട് എത്തിപ്പാൻ വേണ്ടുന്ന ക്രമീകരണം ഒരുക്കിയിട്ട് നമ്മളോട് പോകാം. നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം ദൈവസന്നിധി വസിക്കും. ഇപ്പോൾ ഓർക്കണം, നമ്മുടെ തലമുറകളെ നന്നായിട്ട് വളർത്തിയെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഭൂമിയിൽ ഒന്നും നേടാനൊക്കത്തില്ല. ഞാൻ ആ ഭാഗം തൽക്കാലം നിർത്തട്ടെ. ഇതായിരുന്നു നോഹയുടെ കാലത്തെ ജനതയുടെ അല്ലെ ജനങ്ങളുടേതായിട്ടുള്ള ആത്മീയ അന്തരീക്ഷം. അനാത്മീയരായി നെക്സ്റ്റ് അടുത്ത 4-ാം വാക്യം. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. അതിനുശേഷവും ആത്മീയർ അനാത്മീയർ നോഹയുടെ ജലപ്രളയം ഇന്ന് നടക്കുന്നുണ്ട്. പെന്തക്കോസ്ത് കൊണ്ട് നടക്കുന്നില്ല. എന്താ ബൈബിൾ ഉപദേശം എന്താ പറയുന്നത്? ആരെ വിവാഹം കഴിക്കണം? വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് എന്തൊരു ഓഹരി. ഒന്നുകൊടുത്ത് 14 പറയുന്നത് ആരുമായിട്ട് വിവാഹം കഴിക്കാവൂ? ആത്മീയരായിട്ട് ആത്മീയ വിവാഹം കഴിക്കാവൂ. ഓർത്തോളം നമ്മുടെ തലമുറ കൈവിട്ടു പോകല്ല. നമ്മുടെ തലമുറ ഒന്നും കൈവിട്ടു പോകല്ലേ. ഓർത്തണം, ഒന്നും നേടാനൊത്തില്ല. തലമുറയിൽ നിത്യതയെ കൊണ്ടെത്തിക്കണം. മനസ്സിലോ? എത്ര ഭംഗിയായ ദൈവനം പറഞ്ഞിരിക്കുന്നു. യെശയ്യാ 54 തലമുറയ്ക്ക് ഒരു പ്രവചനം പറഞ്ഞിട്ടുണ്ട്. നിന്റെ തലമുറയുടെ സമാധാനം വലുതായിരിക്കും. നമുക്ക് ലഭിച്ച അതേ സമാധാനം തലമുറയ്ക്ക് കിട്ടാൻ പ്രാർത്ഥിക്കണം. നിന്റെ തലമുറകളുടെ സമാധാനം വലിയവയായിരിക്കും. ആണ്ടറിയൊക്കെ വരാൻ പോകാന്നില്ല. നമ്മൾ ഒരു സഭയിലെ വിശ്വാസം പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞില്ല. നമ്മുടെ തലമുറയിലേക്ക് ഓർത്ത്, കർത്താവേ ഞങ്ങളുടെ തലമുറ ഞങ്ങളോട് ചേർന്ന് പുതിയ വർഷം ആയിരിക്കാൻ കൃപ തരണം. നിത്യതയോളം എത്തുമ്പോൾ ഞങ്ങളുടെ തലമുറയുമായി നിത്യത ചെല്ലാൻ കാഹളം ഊതുമ്പോൾ ഇവിടെ ആരും കാണില്ല. തലമുറ ഉൾപ്പെടെ നിത്യതയിലെത്താൻ വേണ്ട ഒരു തന്റെ ഭക്തന്മാരുടെ ഹൃദയത്തിന് നല്ല ആഗ്രഹം ദൈവം സാധിപ്പിച്ചു. നോഹ എത്ര വർഷം പ്രസംഗിച്ചു? 100 വർഷം പ്രസംഗിച്ചു. നോഹ 100 വർഷം പ്രസംഗിച്ചു. 7-ന്റെ 6 നോക്കിയാട്ടോ. 500-ാം വർഷം പ്രസംഗം തുടങ്ങി. 7-ന്റെ 6. ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. എത്ര വയസ്സായിരുന്നു? ഇത് പലരും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം നോഹ 120 വർഷം പ്രസംഗിച്ചു. ബൈബിള് വാക്യമില്ല. 60 ഏതാണ്ട് രക്ഷിക്കപ്പെട്ട ശേഷമേ പ്രസംഗം തുടങ്ങത്തുള്ളല്ലോ. 500-ാം വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. ജലപ്രളയം കൊടുക്കുന്നത് വിളിച്ചു പറയാൻ പോകുന്നു. 600-ാം വർഷത്തിൽ ജലപ്രളയം വന്ന് 100 വർഷം പ്രസംഗിച്ചു. 100 വർഷം. എന്തുകൊണ്ടാണ് 100 വർഷം? ഇതിന്റെ പത്രോസ് അപ്പോസ്തലൻ കർത്താവിന്റെ ദീർഘക്ഷമയെ നിങ്ങൾ ദയ എന്ന് വിചാരിക്കണം. അപ്പൊ എത്ര അവസരം കൊടുത്തു? 100 വർഷക്കാലം ദൈവം ഭൂമിക്ക് അവസരം കൊടുത്തു. പക്ഷെ നമ്മുടെ ഭാഷയെ പറഞ്ഞ ഒരു പൂഞ്ഞാൻ പോലും പെട്ടെന്ന് കയറിയില്ല. നോഹയുടെ മക്കൾ വഴി. നോഹയുടെ ഉപ്പാപ്പന്മാര് കയറിയില്ല. കൊച്ചപ്പന്മാര് കയറിയില്ല. പിള്ളാട് അമ്മായിപ്പനും അമ്മായിമ്മയും കയറിയില്ല. പിള്ളാട് അനിയത്തിയും ചേടത്തിയും കയറിയില്ല. നമ്മൾ ഗൗരവ കർത്താവിന്റെ ഭാവിയിൽ ആരൊക്കെ പോണെന്ന് ഓർക്കാം. അത് കർത്താവ് പറയുന്നത് നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ തന്നെ ബൈബിളിന് മാർക്ക് കൊടുക്കണം. മനുഷ്യപുത്രന്റെ നാളിലും നടക്കും. അന്നറിയാം കർത്താവ് കാള ഊതുമ്പോൾ അറിയാം ജീവസ്വത്തിൽ പേരുള്ള ആരൊക്കെ ഉണ്ട്. അവരാരും ഇവിടെ കാണുന്നില്ല.
കർത്താവിന്റെ വരവിനെ കുറിച്ച് കർത്താവ് തന്നെ പറയുമ്പോൾ നിന്റെ വരവിന് ലോകാവസാന ലക്ഷണം ഉണ്ടെന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നത് അതുകൊണ്ട് നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലും നടക്കും. സ്വന്തം സീത്തെന്ന ആത്മീയനായ മനുഷ്യന്റെ പിന്തലമുറകൾ നോഹയൊഴിക്കെ നോഹയും ഭാര്യയും അവിടെ മക്കൾ ഒരു ഒറ്റ ഒന്നി പട്ടണത്തിൽ കയറിയിട്ടെന്ന് ഓർത്തു. വിളിക്കപ്പെട്ടവർ അനേഹർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ദൈവമക്കളെ ഓർക്കുക, അതീവ ഗൗരവമായ കാലഘട്ടങ്ങളാണ്. തലമുറ നമ്മൾ കൈവിട്ടു പോകാതെ വന്നത്. തലമുറ ശ്രദ്ധിച്ചും ദൈവഭയത്തിലും വിശുദ്ധിയിലും വളർത്താൻ നാം കടപ്പെട്ടവർ. മടങ്ങി വരട്ടെ. പറഞ്ഞ സമയങ്ങളും ധാരാളം നീങ്ങിപ്പോ. ഇനി അടുത്ത് നോക്കാത്ത 5-ാം വാക്യം, 6-ന്റെ 5. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലുതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. ദൈവം എന്താ കണ്ടു? ദൈവത്തിന് മക്കളെ, ദൈവത്തിന് മക്കളാ ഇതല്ല. അവരാരായി തീർന്നു? ഭൂമിയിൽ മനുഷ്യരുടെ ഹൃദയ വിചാരങ്ങളൊക്കെയും നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്ര എന്ന് യഹോവ കണ്ടു. നോക്കിയപ്പോൾ ആത്മീയനെ കാണാനില്ല. ദോഷമുള്ളത് ദൈവം കണ്ടാൽ 100% ശരിയാ. ഹൃദയവിചാരങ്ങളും കൂടി എല്ലായ്പ്പോഴും ദോഷമുള്ളത് ദൈവം കണ്ടു. നെക്സ്റ്റ്, താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് യഹോവ അനുദപിച്ചു. ഇതോട് നോക്കിയാട്ടെ, എല്ലാരും എന്നെ നോക്കിയേ. യഹോവ ഇങ്ങനെ ഇരുന്നു. ഇവരെ ഭൂമിയിൽ ഞാൻ നിർമ്മിച്ചല്ലോ എന്ന് പറഞ്ഞ് അനുദപിച്ചത്. തമ്പുരാൻ ഇങ്ങനെ ഇരുന്നാൽ അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്നെ ഭക്തന്മാരെ കാണുന്നത്. 100 വർഷം മാനസാന്തര പ്രസംഗത്തിൽ ചാൻസ് കൊടുത്തു ഒരു വ്യക്തിയെങ്കിലും രക്ഷിക്കപ്പെടുന്നു. ഒറ്റ വ്യക്തി പോലും. അത് അവന്റെ ഹൃദയത്തിൽ ദുഃഖമാണ്. എന്റെ കർത്താവ് ചേർന്ന് ദൈവാത്മാവ് പറയുന്ന ഒരു വാക്യമാണ്. ഇപ്പോൾ ദൈവാത്മാവിന്റെ വാക്യം എഫേസ്യർ 4:30. അത് അവന് ദുഃഖമാണ്. എന്നെ കണ്ടിട്ട് ദൈവം ദുഃഖിച്ചാൽ ഞാൻ പോയതാകസ്. എന്റെ മോൻ ഇങ്ങനായി പോയല്ലോ എന്നൊരു ദൈവം ഇങ്ങനെ പറഞ്ഞിരുന്ന ദൈവം ദുഃഖിച്ച അപകടം. അതൊരു പരിശുദ്ധാത്മാവ് ഒരു വാണിംഗ് കയറുകയാണ്. എഫേസ്യ ലേഖനം 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അയ്യോ, ആരെ ദുഃഖിപ്പിക്കല്ലേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിക്കാരണം അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. അയ്യോ, ഫ്രം ഇന്ത്യ അല്ലെ, ഫ്രം കേരള അല്ലെ, ഫ്രം എടമൺ അല്ലെ, ഫ്രം റാന്നി, നിങ്ങളുടെ ഫ്രം കോട്ടയം, ഫ്രം പാലക്കാട് ടു ഹെവൻ. കത്ത ഇവിടെ നമ്മളെ മുദ്ര വെക്കുമ്പോ മുദ്ര പൊട്ടിക്ക് തെല്ലു നടത്താം. രക്ഷാനിർണയം പ്രാപിച്ചപ്പോൾ ജീവന്റെ പുസ്തകത്തിൽ പേര് നമ്മെ പരിശുദ്ധാത്മാ മുദ്രയിട്ട് മാറ്റി വെച്ചിരിക്കുക. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാനൊന്നും നമ്മുടെ ജീവിതത്തിൽ വരല്ലെന്ന്. സ്വതന്ത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ആരെ ദുഃഖിപ്പിച്ചാലും ആരെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാണല്ലോ കർത്താവിന്റെ കാഹളനാമത്തിൽ വീണ്ടെടുപ്പിൽ മുദ്രയിട്ട് മാറ്റിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവുന്ന ആലോചനയും പരിശുദ്ധാത്മാവുന്ന വചനങ്ങളും പരിശുദ്ധാത്മാവുന്ന ആരാധനയും പരിശുദ്ധാത്മാവിന്റെ ആലോചനകളും നാം ഒരിക്കലും നിരസിച്ച് കളയാതെ വന്നത്. ദൈവഹിതത്തിന് ഏൽപ്പിക്കാൻ നമ്മെ സമ്മതിക്കാം. 9 മണിയായത് അറിഞ്ഞില്ല. തൽക്കാലം നിർത്തുന്ന ബാക്കി നോഹയുടെ കാലത്ത് ജലപ്രളയത്തെ കുറിച്ച് സ്തോത്രം 17 യാഥാർത്ഥ്യങ്ങളുടെ കർത്താവ് അടുത്ത ചിന്തിക്കാം. നോഹയുടെ കാലത്തെ ജലപ്രളയം 17 യാഥാർത്ഥ്യം വിശുദ്ധ ബൈബിളിൽ പറഞ്ഞു. 100 വർഷം പ്രസംഗിച്ചു. ദൈവത്തിന് ദീർഘക്ഷമേ നിങ്ങൾ ഒരിക്കലും തള്ളിക്കളയുന്നു. ഒരാത്മാക്കളോട് രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ കർത്താവിന് ദുഃഖമായി. ദൈവമക്കളെ, പുതുവർഷം അടുത്തു വരികയാണ്. കർത്താവിന് വളരെ പ്രത്യാശതി നമ്മുടെ വാക്കുകൊണ്ടും വിചാരണ ചിന്ത കൊണ്ടും ഒരു മനുഷ്യന് പോലും ദോഷം ചെയ്യാതെ വന്നു. നിന്റെയും നിന്റെ ഉപദേശത്തെയും ശ്രദ്ധിക്കാൻ ദൈവസന്നെ ദൈവം തന്ന നിർമ്മല ഉപദേശം പാലിച്ചു.
ഒരു നിർമ്മല മനസ്സാക്ഷി ദൈവത്തെ ആരാധിച്ച് നിത്യത പോകാൻ ദൈവം നമ്മെ എല്ലാവരും സഹായിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ക്ലാസ് അവസാനിപ്പിക്കുന്ന ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുന്നു.